ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വൈകിയാട്ടോ എനിക്ക് നല്ലൊരു 7 മണിക്കുള്ളിൽ എനിക്ക് പിന്നെ ഇന്ന് മസാല ദോശയ്ക്ക് അരച്ച് വെച്ചാറുണ്ട്. പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടി വെച്ച് സാമ്പാറും ഉണ്ടാക്കാമെന്ന് വെച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് അതിലേക്ക് ഒരു കഷ്ണം കായൊക്കെ ഇട്ട് അത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ച് 2-3 കഷ്ണങ്ങളൊക്കെ ഉള്ളൂ. ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് എല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ തക്കാളി വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചു. പിന്നെ ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ച് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടോ. പിന്നെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ച് അത് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ മസാല ദോശയും ചമ്മന്തി സാമ്പാറും കൂട്ടി അരുണ് കൊടുത്തു, അതിന് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വലിയ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ, തെളിഞ്ഞൊരു അന്തരീക്ഷം. പൂച്ച അതേ ആ വച്ചേക്കണം മീനിൻ്റെ കൊട്ടയിൽ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോവുകയും ചെയ്തു ആ വലയിൽ. ഇന്നിപ്പോൾ നല്ല തെളിച്ചുള്ള അന്തരീക്ഷമായിരുന്നു. മഴയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് കണ്ടില്ല. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. ചായ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടോ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാറും മുട്ട പൊരിച്ചതും പപ്പടം അച്ചാറും കൂട്ടി ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്രാവിൻ്റെ പല്ല് ഇളകണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു പല്ല് ഇളകി പറിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് പല്ല് ഇളകണ്ട അത് പറിക്കാൻ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് പിന്നെ വേഗം തന്നെ കുളിച്ച് റെഡി, അവളെ ആദ്യം റെഡിയാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പിന്നെ കുറുപ്പുംപടിക്ക് നോക്കി കഴിഞ്ഞാൽ കുറുപ്പുംപടിക്ക് കടയൊന്നും ഇല്ല, ഹോസ്പിറ്റലൊന്നും തുറന്നിട്ടുണ്ടായില്ല കേട്ടോ. പല്ല് ആശുപത്രി ഞായറാഴ്ചയല്ലേ. പിന്നെ പട്ടാലൊരു ഹോസ്പിറ്റലിൽ ഉണ്ടാകും, അത് ഡോക്ടറെ എങ്ങാണ്ട് അപ്പോയിൻമെൻറ്റ് ഉള്ളവരുണ്ട് വന്നാൽ. അതുകൊണ്ട് ഭാഗ്യത്തിന് ഇവളുടെ പല്ലും പറിച്ചേക്കാന്ന് വെച്ചാൽ അവിടെ അവർ പറിച്ചോളാമെന്ന് പറഞ്ഞായിരുന്നോണ്ട് പിന്നെ അവിടെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഡോക്ടർ വന്നേ. അവളോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ അടങ്ങിയിരിക്കില്ല, അവിടെ നിന്ന് കസേര കയറലൊക്കെ ആയിട്ട്. അതിന് പിന്നെ ഡോക്ടർ പല്ല് പറിച്ചായിരുന്നോണ്ട് എരിവും ചൂടും കൊടുക്കണ്ടെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ അയില മേടിച്ചായിരുന്നു, അത് കുറച്ച് വറുത്തു ചോറൊക്കെ കൊണ്ടു. പിന്നെ അയില എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളതല്ല, പിന്നെ എനിക്ക് കണ്ടപ്പോൾ മേടിച്ചൊന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നാളത്തേക്ക് ഇച്ചിരി ഉഴുന്ന് ബാലൻസ് എന്നാൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ട് വെച്ച്. പിന്നെ അരുണ് കൈതച്ചക്ക വേണമെന്ന് പറഞ്ഞു, അന്നത് ഉപ്പും മുളകൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് അത് കഴിച്ചു. പിന്നെ അമ്മച്ചി ഞാനെല്ലാവരും